समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग വാദപ്പനി എന്ന് സർവ്വസാധാരണമായി അറിയപ്പെടുന്ന അസുഖമാണ് ആമവാദം. ആമവാദത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പദങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്: ആമവും വാദവും. ആമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപക്വമായ ഒരു അവസ്ഥയെയോ ദ്രവ്യത്തെയോ ആണ്. ശരീരത്തിൽ ആഹാരപചനം മുതൽ ധാതുപരിണാമ പ്രക്രിയകൾ ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും വഹിക്കുന്നത് അഗ്നിയാണ്. അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്ന ഒരു ബയോ എൻസൈമാറ്റിക് കോംപ്ലക്സ് ആണ്. ഈ അഗ്നിക്ക് ഏതെങ്കിലും കാരണവശാൽ മാന്ദ്യമോ അഥവാ തകരാറോ സംഭവിക്കുമ്പോഴാണ് ആമമുണ്ടാകുന്നത്. രോഗാണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷത്തെയോ രോഗാണുക്കളും ശരീരവും തമ്മിലുള്ള പ്രതിപ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വിഷതുല്യമായ വസ്തുക്കളെയും ആമമായിട്ടാണ് പരിഗണിക്കുന്നത്. മാത്രമല്ല, പോഷക പദാർത്ഥങ്ങളെ സംയോജിപ്പിച്ചും വിഘടിപ്പിച്ചും വേണ്ട വിധത്തിലുള്ള ശരീരകോശങ്ങളായി മാറ്റാനും കഴിയാതെ വരുന്നു. ഈ അവസ്ഥയിൽ ഒരു റീജനറേറ്റീവ് പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ ഹീലിംഗ് പൊട്ടൻഷ്യൽസ് ആണ് തകരാറിലാകുന്നത്. ആമവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് വാദം. വാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരാന്തർഗതമായ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ജൈവശക്തിയെയാണ്. ഈ ചലനങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക താളമുണ്ട്, ഒരു ബയോ റിതം ഉണ്ട്. വാതകോപം ഉണ്ടാകുമ്പോൾ ഈ റിതം, അതായത് താളമാണ് തകരാറിലാവുന്നത്. രോഗകാരണം തൊണ്ടയിൽ ഉണ്ടാകുന്ന ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇതിൽ നിന്നാണ് രോഗലക്ഷണങ്ങൾ പിന്നീട് കണ്ടുവരുന്നത്. ഏകദേശം ഒരു 1-2 ആഴ്ചയ്ക്കകം പൂർണ്ണ രോഗലക്ഷണങ്ങളും കാണാം. ആദ്യം കഠിനമായ പനി, സന്ധിവേദന, പ്രത്യേകിച്ചും നീ ജോയിൻസിൽ, ആങ്കിൾസ്, റിസ്റ്റ് എന്നിവയിലാണ് വേദന കാണാറും. വേദന മാറി മാറി ആദ്യം ഒരു ജോയിൻറ്റിൽ നിന്നും മറ്റ് ജോയിൻറ്റിലേക്ക് വ്യാപിക്കാം. സന്ധികളിൽ വീക്കമുണ്ടാകാം, സ്റ്റിഫ്നെസ് ഉണ്ടാകാം. പിന്നെ ആദ്യ അവസ്ഥയിൽ തന്നെ ഹൃദയത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതിൽ അനങ്ങുമ്പോൾ കിതപ്പ്, ക്ഷീണം, നെഞ്ചിടിപ്പ് എന്നീ ലക്ഷണങ്ങളും കാണാം. ആമവാദം സാധാരണ ഹൃദയം, സന്ധികൾ, ത്വക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നീ എല്ലാ സിസ്റ്റംസിനെയും ബാധിക്കുന്നുണ്ട്. ആമവാദം ദീർഘകാലം നിലനിൽക്കുന്ന പക്ഷം ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് തകരാറ് സംഭവിക്കുന്നു. മാത്രമല്ല, ഇത് മസ്തിഷ്കത്തെയും ബാധിക്കുന്നുണ്ട്. മസ്തിഷ്കത്തെ ബാധിക്കുന്ന പക്ഷം രോഗിക്ക് ബിഹേവിയറൽ ചേഞ്ചസ് കാണാം. മാത്രമല്ല, റുമാറ്റിക് കൊറിയ എന്നുള്ള ഒരു കണ്ടീഷനും കാണപ്പെടുന്നുണ്ട്. ഇതിൽ അനിയന്ത്രിതവും അസ്വാഭാവികവുമായ ചലനങ്ങളാണ് ശരീരത്തിൽ കാണപ്പെടുന്നത്. വാതരോഗങ്ങൾ സാധാരണ വാർദ്ധക്യ സഹജമാണല്ലോ. എന്നാൽ ആമവാദം കണ്ടുവരുന്നത് സാധാരണയായി 5 മുതൽ 15 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുകാരിലാണ്. ഇനി ഇതിലെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻസ്, സ്കൂള് എന്നിവയാണ് പറയപ്പെടുന്നത്. മറ്റൊരു കാരണം പറയുന്നത് റിക്കറൻ്റ് ആയിട്ടുണ്ടാകുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. ഡയഗ്നോസിസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ചില ലഘു പരിശോധനകളിലൂടെ
അസുഖം സ്ഥിരീകരിക്കാൻ സാധിക്കും. ചെസ്റ്റ് എക്സ്റേ, എക്കോകാർഡിയോഗ്രാം മുതലായവ മൂലം ഹൃദയത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും നിർണ്ണയിക്കാൻ സാധിക്കും. ഇനി ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവസ്ഥയ്ക്കനുസരിച്ചാണ് ചികിത്സ രൂപപ്പെടുത്തേണ്ടത്. ആദ്യത്തെ അക്യൂട്ട് സ്റ്റേജിൽ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ഔഷധങ്ങൾക്ക് വലിയ റോളില്ല, എന്നാൽ ആഹാരം തന്നെ ഔഷധമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഷഡംഗപാനീയം, അതുപോലെ മുത്തങ്ങയും പർപ്പടവും ഇട്ടിട്ടുള്ള വെള്ളം കൊടുക്കാം, ചൂടുവെള്ളം കൊടുക്കാം, അതുപോലെ പഞ്ചമൂലം ഇട്ടിട്ടുള്ള കഞ്ഞി കൊടുക്കാം. പിന്നെ ലാക്ഷണിക ചികിത്സ, അതായത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യമുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ്, അതായത് ആക്റ്റീവ് സ്റ്റേജിൽ വരുമ്പോൾ ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സയാണ് ആവശ്യം. ഇവിടെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നതാണ് ഉചിതം. അതുപോലെ ചിറ്റരത്ത, ചിറ്റമൃത് എന്നീ മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ്. ക്രോണിക് സ്റ്റേജാണ് അടുത്തത്. ക്രോണിക് സ്റ്റേജിൽ മൾട്ടിപ്പിൾ സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. പിന്നെ രോഗിക്ക് രക്തക്ഷയത്തിൻ്റെ ലക്ഷണങ്ങളും കാണാം. അതിനനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്റ്റേജിൽ കൂടുതലായിട്ടും മരുന്നുകളെ കൊണ്ട് സംസ്കരിച്ച ഘൃതമാണ് ഉപയോഗിക്കുന്നത്. ഗുൽഗുലു തിക്തം, മഹാതിക്തം പോലുള്ള ഘൃതങ്ങളാണ് കൂടുതൽ യോജിച്ചത്. മാത്രമല്ല അനീമിയയ്ക്ക് നവായസ ചൂർണം, മണ്ടൂര വടകം എന്നിവയും കൊടുക്കാവുന്നതാണ്. പിന്നെ ന്യൂട്രീഷൻ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുന്നതും വളരെ സഹായകമാണ്. ഒരു റിക്യൂപ്പ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും. ഇനി പ്രൊഫൈലാക്റ്റിക് മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലായും രസായന ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്. രസായന ഔഷധങ്ങളുടെ ആക്ഷൻ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി എഫക്റ്റായിട്ടാണ്. ഇതിൽ ചവനപ്രാശം, ബ്രാഹ്മരസായനം, അഗസ്ത്യ രസായനം മുതലായവ കൊടുക്കാം. മെയിൻ്റനൻസ് തെറാപ്പി എന്ന നിലയ്ക്ക് യോഗരാജ ഗുൽഗുലു, പാർത്ഥാദ്യാരിഷ്ടം എന്നിവയും കൊടുക്കാറുണ്ട്. മറ്റു നിലയ്ക്ക് ആഹാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തണുത്ത ആഹാരങ്ങൾ, തൈര്, ചുവന്ന മുളക്, മരപ്പുളി, വറുത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇങ്ങനെ റിക്കറൻറ്റ് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ടെൻഡൻസി ഉള്ള കുട്ടികൾ മഴച്ചാറൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള അന്തരീക്ഷം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് മഴക്കാലത്ത് പലരും റൂമിൻ്റെ ഉള്ളിൽ നനഞ്ഞ തുണി അയയിൽ കെട്ടിയിട്ട് ഫാൻ ഫുൾ സ്പീഡിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. കുട്ടികൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത് എങ്കിൽ ഡെഫിനറ്റായിട്ടും അവർക്ക് തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നം, ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആമവാദത്തിൻ്റെ ചികിത്സ എന്നത് ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സയാണ്. കൃത്യമായ ഔഷധ ഉപയോഗവും ആഹാരപഥ്യവും നോക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്നും തീർച്ചയായും മുക്തി നേടാം. ശ്രേഷ്ഠ ഭാരതം. കഴിഞ്ഞ കുറേ ദശകങ്ങളായി വളരെയേറെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു ഔഷധിയാണ് ആര്യവേപ്പ്. ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് എന്നർത്ഥം വരുന്ന നിംബ എന്ന സംസ്കൃത വാക്കിലാണ് ഇത് അറിയപ്പെടുന്നത്. അസാഡിറക്റ്റ ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് മീലിയേസിയ കുടുംബത്തിൽപ്പെടുന്നു. ഇന്ത്യയിലുടനീളം വന്യമായി കാണുന്ന ഈ വൃക്ഷം ധാരാളമായി കണ്ടുവരുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും വരണ്ട ഇല പൊഴിക്കുന്ന ഡക്കാൻ കാടുകളിലുമാണ്. പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ 9 മുതൽ 15 വരെ പത്രകങ്ങൾ ചേർന്നതും ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നതുമാണ്. ഓരോ പത്രകത്തിൻ്റെയും അറ്റം കൂർത്തതും അരികുകൾ ദന്തുരവുമാണ്. ചെറിയ വെളുത്ത പൂക്കൾ കുലകളായി പത്രകക്ഷങ്ങളിൽ കണ്ടുവരുന്നു. ഒറ്റ വിത്തുള്ള ഇതിൻ്റെ കായകൾ ഉരുണ്ടതും മൂപ്പത്തുമ്പോൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതുമാകുന്നു. ഈ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇലയും തൊലിയും വിത്തും, എല്ലാതരം ചർമ്മരോഗങ്ങൾക്കും വാതരോഗത്തിനും പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. ത്വക്ക് രോഗശമനത്തിന് വേപ്പിൻ പട്ട കഷായം വെച്ച് കഴിക്കുകയും ഈ കഷായം കൊണ്ട് വ്രണങ്ങൾ കഴുകുകയും പതിവുണ്ട്.
മലമ്പനി ശമിപ്പിക്കാനുള്ള ശക്തി വേപ്പിൻ്റെ തൊലിക്കും ഇലയ്ക്കും വിത്തിനുമുണ്ടെന്ന് ആധുനിക പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചൊറി, ചിരങ്ങ്, ചിക്കൻ പോക്സ്, മസൂരി എന്നീ അവസ്ഥകളിൽ വേപ്പിലയും മഞ്ഞളും കൂടി അരച്ചു പുരട്ടുന്നു. വിഷജന്തുക്കൾ കടിച്ച മുറിവായിൽ വേപ്പിലയും മഞ്ഞളും അരച്ചു പുരട്ടുന്നത് വിഷശമനത്തിനും വിഷത്തിൽ നിന്നുള്ള മറ്റു ഉപദ്രവങ്ങൾക്കും നല്ലതാണ്. വേപ്പില നീര് സ്വല്പം തേൻ ചേർത്ത് പതിവായി സേവിക്കുന്നത് പ്രമേഹം, വിരശല്യം, മഞ്ഞപ്പിത്തം എന്നിവ നിയന്ത്രിക്കാൻ ഉപകരിക്കുന്നു. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് വളരെ യോജിച്ചതാണ്. വേപ്പെണ്ണ മുറിവുകൾ, വ്രണങ്ങൾ, ചൊറി, ചിരങ്ങ്, പുഴുക്കടി, സോറിയാസിസ് മുതലായ പഴക്കം ചെന്ന ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും മോണരോഗങ്ങൾക്കും പല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കും ഉത്തമ ഔഷധമാണ്. അസാമാന്യ ബീജനാശകത്വ ഗുണം കാരണം ഗർഭനിരോധനത്തിനും ഈ എണ്ണ ഉപയോഗിക്കുന്നു. ഇങ്ങനെ കീടനാശിനി തൊട്ട് മനുഷ്യനെ ബാധിക്കുന്ന നിരവധി അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്ന നിലയിലും അതുപോലെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിച്ച് മണ്ണു സംരക്ഷണം മുതൽ മറ്റു പല ഉപയോഗങ്ങൾക്കും ഇത് വളരെയധികം ഉപയോഗിക്കുന്നത് കൊണ്ട് ആര്യവേപ്പിനെ ഒരു സമ്പൂർണ്ണ ഗ്രാമീണ ചികിത്സാലയമായി കരുതിപ്പോരുന്നു.